നല്ല ഓൾഡ് മോഡൽ ആണല്ലോ. ഇപ്പോ നല്ല ഗോൾഡ് മോഡലാണ്. വെറുതെ എന്താണ് ഈ പറഞ്ഞത്? ജനിച്ച സമയം അമ്മ രാവിലെ 6:45 പറഞ്ഞിട്ടുണ്ട്. അതെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കാൻ ടെക്നോളജിയുടെ ആവശ്യം വരുന്നുണ്ടല്ലോ. അത് വേണ്ടി വരും. വെളുത്ത പക്ഷത്തിൽ പൂരാടം. വെറുതെ അല്ല. ഇപ്പൊ 7 ചൊവ്വ തീരാനിനി ഒരു 6 മാസം എടുക്കും. തീരാൻ ഇനി 6 മാസം ഉണ്ടോ? തനക്ക് ഇത്രയും പഠിച്ചിട്ടും ഇതിന്റെയൊക്കെ പുറകെ പോകണ്ടല്ലോ. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഈ നാളുകാര് ഈ സമയത്ത് എന്ത് ചെയ്താലും രക്ഷപ്പെടൂല. അതാ ഇപ്പോഴത്തെ ഗ്രഹനില. രക്ഷപ്പെടില്ല? ഇല്ല. നമുക്ക് നോക്കാം. വീട്ടിൽ നിന്നാ. ഹലോ, വീട്ടിൽ ചെന്നാലും 1 മാസം കാല് പൊന്തിച്ചെന്നെ വെക്കണം കേട്ടാ. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഇപ്പൊ എങ്ങനെയുണ്ട് അച്ഛമ്മേ? ഉള്ള പോലെ തന്നെ ഉണ്ട്. കണ്ണ് എറ്റിയ പശുവിനെ കൊണ്ട് പുറത്തേക്ക് പോയിക്കാളും. ആര് പറഞ്ഞാലും കേൾക്കൂല മോളെ. അങ്ങനെ എന്നെ കെട്ടിട്ട് വളർത്താന്നൊന്നും ആര് കരുതണ്ട കേട്ടോ. അങ്ങനെ കെട്ടിട്ട് വളർത്താത്തോണ്ട് എപ്പോഴും ഇങ്ങനെ കമ്പ്യൂട്ടർ കിടക്കേണ്ടി വരുന്നേ. 25,000 രൂപ ഇപ്പൊ ചെലവായ. ബാക്കിയും കൂടെ വരുന്നുണ്ട്. മോളെ, നീ ഓനെ കൊണ്ട് പുറത്തേക്ക് പോയേ. ഇവിടെ വന്നാ 2 ആളും കൂടി കടിച്ചു കയറും. പോയ പോയ. അമ്മേ, ചായ കുടിക്കാൻ എടുക്കട്ടെ? എനിക്കൊരു ചായ ഒന്നും വേണ്ട. 10,500. പൊന്നെ, ഇതിലൊരു 5,000 ഉണ്ട്, എടുത്തോ. വേണ്ട. സഖാവിന് അത്രയ്ക്ക് അഭിമാനോ? ഞാൻ ട്യൂഷൻ എടുത്തുണ്ടാക്കിയ പൈസയാ മാഷേ. എന്റെ കയ്യിലുണ്ട്, വേണ്ടെന്ന്. ഞാൻ ഒരു കാര്യം പറഞ്ഞ കേക്കുവോ? എന്താ പറയും? ദിനേശ് ചേട്ടൻ ഒരു കാര്യം ചെയ്, ഒരു കണിയാനെ പോയി കാണ്. കണിയാനോ? നീ എന്ത് കെണിയൊക്കെ പറയുന്നേ? കെണിയല്ലപ്പാ, എല്ലാം ശരിയാവും. ഞാനല്ലേ പറയുന്നത്. പ്ലീസ്, അനക്ക് വേണ്ടി. എന്റെ വീട്ടിൽ ഞാൻ പോലും അറിയാത്തൊരു പ്രശ്നം വേറെ പുറത്തുനിന്നൊരു കണിയാൻ വന്നിട്ട് പ്രശ്നം വെച്ച് ശരിയാക്കുന്നോ? എന്നാ പിന്നെ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും ഇയാൾ സോൾവ് ചെയ്യട്ടെ. നമുക്ക് കണിയാനെ നിർത്താം. എന്നിട്ട് പ്രശ്നം വയ്ക്കട്ടെ. അല്ലെ ഞാൻ എന്ത് പറയാൻ? എടാ ദിനേശ, അത്യാവശ്യമായിട്ട് ഒരു 10,000 റുപ്യാണ് JCBക്ക് കൊടുക്കാൻ. നീ എൻ്റെ ഇടയ്ക്ക് വീട് പണി തുടങ്ങി. പിന്നെ അല്ലടാ, ഷാരമേനെ തല്ലിട്ട് പശു നേരെ പോയി കിണറ്റിലാണല്ലോ വീണത്. അതിനെ പൊക്കിയെടുക്കാൻ JCBക്ക് 10,000 റുപ്യേ. എൻ്റെ ഒരു സമയം തന്നെ. എൻ്റെ 5,000 റുപ്യുള്ളൂ. ഇപ്പൊ ബാക്കി ഞാൻ ഗൂഗിൾ പേ ചെയ്യാം. അപ്പം ബാക്കി ഞാൻ ഗൂഗിൾ പേ ചെയ്യാം. എടാ ചെയ്യണേ. ചെയ്യാ. ചെയ്യിക്കും. എന്താടോ? നേരത്തെ അത് ഗൂഗിൾ പേ കിട്ടുമോ? 5,000 പറഞ്ഞില്ലേ തരാന്ന്, അത് തരുമെന്ന്. ഓ, 5,000 പ്ലീസ്. അയ്യോ, വീട് പണിക്ക് ഇഷ്ടി ഇറക്കിയതാണ്. അങ്ങനൊരു കാര്യമായി. പക്കല്ലേ? ഇത് പൊടിച്ച് പോകുമ്പോ ചേർത്താലോ? നീ പോയി കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് വാ. മേലെല്ലാം മുക്കി തുടച്ചു കൊണ്ടുവരാം. എനിക്ക് നല്ല വേദന ഉണ്ടോടി. സാരല്ല, വേഗം മാറും. അമ്മേനെ ഒന്ന് തുടപ്പിച്ചിട്ട് ഞാൻ ചായ എടുക്കാം കേട്ടാ. കാലിനുള്ളിൽ ഇപ്പൊ എന്താ സ്വർണത്തിന്റെ കമ്പിയാട്ട്? ഭയങ്കര പൈസ തന്നെയല്ലേ? ആന്ന്. ജോസ് മാഷൊക്കെ പൈസ കൊടുക്കുന്ന ലാസ്റ്റ് ഡേറ്റ് എന്നാളോ. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു എത്തുംപിടിയും കിട്ടണില്ല. അവള് പറഞ്ഞ പോലെ പ്രശ്നങ്ങൾക്ക് മേളില് പ്രശ്നങ്ങളാ. ഇനിയിപ്പോ ശരിയായിരിക്കും അതൊക്കെ? എടാ, ഞാൻ പണിയിരിക്കുന്ന സ്ഥലത്തിന്റെ അടുത്തൊരു കണിയാണ്ട്. മൂപ്പരടുത്തൊന്ന് പോയി നോക്കിയാലോ? എനിക്ക് വിശ്വാസമൊന്നുമില്ല. പിന്നെ ഗീതി അറിയണ്ട. ഗീതി അറിഞ്ഞാൽ ഈയും ഉണ്ടാവില്ല, ഞാനും ഉണ്ടാവില്ല. പൊളിപ്പിച്ചപ്പോ കൊല്ലാൻ കൊണ്ടുപോകാൻ പറ്റുമോ? അങ്ങനെയല്ലേ? എന്നാ ഈ ഒന്ന് പോയി നോക്ക്. എൻ്റെ ഓള് പറഞ്ഞല്ലേ. ഓളങ്ങനെ പലതും പറയും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ അതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടെന്ന്?
എന്താ നോക്കി നിൽക്കാണ്ട് എടുക്കടാ. ചൂട് ചൂട് ചൂട്. അയ്യോ, എൻ്റെ മോളെ. ഓം നമശിവായ. ഞാൻ ജ്യോത്സ്യൻ ബ്രഹ്മശ്രീ ഡോക്ടർ ശബരീഷ് പണിക്കർ. ശബരി പീഠം എന്ന എന്റെ പ്രോഗ്രാമിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്കിതാ ഒരു സുവർണാവസരം. ഇപ്പൊ തന്നെ വിളിക്കൂ. എന്റെ നമ്പർ നിങ്ങൾക്ക് അറിയാമല്ലോ. അറിയാത്തവർക്കായി ഞാൻ ഒരിക്കൽ കൂടി പറയാം. 98470555 പിന്നെ 35 കൂടി. അങ്ങനെ മൊത്തത്തിൽ 55. രാഹുകേതു, രാശിമാറ്റം, ജോലി മാറ്റം, സ്ഥലം മാറ്റം, വസ്തുതർക്കം, ദാമ്പത്യ കലഹം, ദാമ്പത്യ സൗഖ്യം എന്നീ വിഷയങ്ങളിൽ ഞാൻ നേരിട്ടും ഇടപെടുന്നതായിരിക്കും. അതുപോലെ തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ള എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ ഡിങ് 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 അമർത്തുക. കോൾ വിളിച്ചോളൂ. ആദ്യത്തെ കോള് വന്നല്ലോ. എന്താ സഹോദര? ശ്രീകണ്ഠാപുരം മുരളി. പറഞ്ഞോളൂ, എന്താ വിഷയം? ഇത് തന്നെയല്ലേ സ്ഥലം? ഇതാണ് സ്ഥലം. ഇത് വേണോ? എന്തായാലും ഇവിടെ വരെ വന്നല്ലേ, ഒന്ന് കേറി നോക്കാം. എന്നാ ആദ്യം നീ പോയി നോക്ക്. ഞാനാ ചെല്ല്. വലിയ സഖാക്കന്മാരാന്ന് പറഞ്ഞ് നടക്കും, ഒരെണ്ണത്തിനും ധൈര്യമില്ല. നിങ്ങൾക്ക് പൈസ തരാനുള്ള ആളുടെ പോയി നിരന്തരമായി ശല്യപ്പെടുത്തുക. അപ്പൊ പൈസ കിട്ടും. എന്താ ആരാ നോക്കിക്കാനാണോ? കുറച്ചേരം വെയിറ്റ് ചെയ്യ്, ഞങ്ങളുടെ പ്രോഗ്രാമിലാ. പറ വേണു. മുരളി എങ്കിൽ മുരളി പറ. എന്നാ പിന്നെ പറഞ്ഞ പോലെ ചെയ്. ഇതെല്ലാം മാറ്റിക്കോ. കഴിഞ്ഞു. ഇതെന്റെ സർവീസ് സ്റ്റിക്ക് സൂക്ഷിക്കണം കേട്ടോ. ആരാ? എന്താ? ഞങ്ങള് വെറുതെ ഒന്ന് പണിക്കരെ കാണാൻ വേണ്ടി വന്നതാ. നോക്കാൻ ഇങ്ങനെയാണോ വരുന്നേ? മോമോടിയൊക്കെ ഇട്ട് അഴിച്ചു മാറ്റിട്ട് ഇരുന്നോളാ. സജി, ഇതിലാരെയാ നോക്കേണ്ടത്? എനിക്ക് പ്രശ്നമൊന്നുമില്ല. ബനാ, എന്താ പേര്? ദിനേശൻ. നാളോ? നക്ഷത്രേ? പൂരാടം. കരിമ്പൂരാടം ആയിരിക്കും. നോക്കിട്ട് പറയാം. കസ്റ്റമേഴ്സ് വന്നിട്ടാണ് അതൊക്കെ എണ്ണലി. നേരത്തെ ഒന്ന് വെച്ചൂടെ? കുഞ്ചന്റെ ഇപ്പോഴത്തെ കിടപ്പനുസരിച്ച് നാരീ സാഹിബ്യം കാണുന്നുണ്ടല്ലോ. കുഞ്ചനല്ല, എന്റെ പേര് ദിനേശൻ. ഇയാൾ ആരാ? മൈൻഡ് ചെയ്യണ്ട പണിക്കരെ, യു കണ്ടിന്യൂ. പ്രണയത്തിലാണല്ലേ, മനസ്സിലായി. മംഗല്യവും അടുത്ത് തന്നെ ഉണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും തടസ്സം നേരിടുന്നുണ്ടോ? ഉണ്ട്, എനിക്ക് ഉറപ്പാ. ശുക്രന്റെ സ്ഥാനത്ത് ശരി നിൽക്കുകയല്ലേ ഇവിടെ. തറവാട്ടിൽ അപകടങ്ങൾ നടക്കുന്നുണ്ട്. പോരാത്തൊരു ധനനഷ്ടം. ദിനേശൻ അത് പ്രശ്നമാണല്ലോ. പ്രശ്നോ? ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ 13 ആളുകളുണ്ട്. ഇങ്ങനെ ചുമ്മാ ഊട്ടായി പാട്ടോ. അവിടെ ഇവനടക്കം ആകെ 4 പേരല്ലേ ഉള്ളൂ. ഞാൻ ജീവിച്ചിരിക്കുന്നവരുടെ കാര്യമല്ല ഉദ്ദേശിച്ചത്. പിന്നെ ദിനേശ, ഗണിച്ചതനുസരിച്ച് തന്റെ കാര്യം കുറച്ച് കുഴപ്പത്തിലാണല്ലോ. താനും തന്റെ വീട്ടുകാരും കൂടാതെ പ്രേതാത്മാക്കളും പരേതാത്മാക്കളുമായി തന്റെ തറവാട്ടിൽ 13 ആളുകളുണ്ട്. അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാണ്ട് തന്റെ പ്രശ്നങ്ങൾ ഒരു കാലത്തും തീരാൻ പോകുന്നില്ല. അല്ല, അതിനിപ്പോ എന്താ ചെയ്യാ? ആവാഹിക്കണം എന്ന് പറഞ്ഞ ഓടി നടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആത്മാക്കളെ പിടിച്ചു കെട്ടണം. ആവാഹിക്കാനിപ്പോ ഞാനൊരു കർമ്മയെ പരിചയപ്പെടുത്തരാം. അയാളെ പോയി കാണണം.
ലിസ്റ്റൊക്കെ അയാൾ വരും. വീടിന്റെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് തന്നെ കളം വരച്ച ആവാഹനം നടത്തണം. ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ശരി. ആവാഹനം ഇവിടെ വെച്ച് നടത്താൻ പറ്റുമോ? ഇവിടെ ആരെ എന്റെ അമ്മായിപ്പനാണ് ആവാഹിക്കേണ്ടത്? ഭാഗ്യം കേട്ടില്ല. എടോ, പ്രേത സ്ഥലത്ത് വെച്ച് തന്നെ ആവാഹനം നടത്തണം, എന്നാലേ പരിസ്ഥിതി ഉണ്ടാവും. ശരി, മനസ്സിലായോ? താൻ ഈ കർമ്മയെ പോയി കാണേ, ആള് ബഹും എടുക്കണ. ഞങ്ങള് നല്ല കമ്മ്യൂണിസ്റ്റുകാരാണ്. ഞങ്ങൾക്ക് ഈ പരിപാടിയിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. ആണോ? വിശ്വസിച്ചോളും, വിശ്വസിച്ചോളും. ഇത് കഴിയുമ്പോ നിങ്ങൾ ശരിക്കും വിശ്വസിച്ചോളും. വിശ്വസിച്ചോളും. വിശ്വസിക്കുന്നേ, വിശ്വസിക്കും. എനിക്ക് ഉറപ്പാ. വിശ്വസിക്കും ദിനേശ. ഇവിടെ എളുപ്പം വരണുണ്ടോ? ഒരു മിനിറ്റ്, ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. മൂപ്പര് ഒരു ആവാഹനത്തിലാണ്. ശരി. വാഹനത്തിലോ? വാഹനത്തിലോ, ആവാഹനത്തിൽ. പണിക്കർ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. തിരുമേനി വരട്ടെ. പിന്നെ മൂപ്പർ വരുമ്പോ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞോട്ടോ. 13 ആൾക്കാരുടെ കാര്യമില്ല പറഞ്ഞ. കണ്ട, സത്യം നിമിത്തം 13 20 തരും. ഈ അടുപ്പം കൊല്ലി ഞാനില്ലു. ഞാൻ ഒറ്റക്ക് ഉണ്ടാക്കേണ്ടതല്ല. ഒന്നല്ലോ. ബീഫ് കറി, മത്തിക്കറി, അയില മുളട്ട് ഇല്ല. എന്റെ സ്വാമി ഇതല്ല. വേറെ കറി 13 ആൾക്കാർ ആവാഹിക്കാൻ പറ്റില്ല. പണിക്കർ അയ്യോ, ആവോലിക്കറി ഇപ്പൊ ആവോലിയല്ല, പണിക്കർ വേണ്ടി വന്നതാണ്. ആവാഹനം നേരത്തെ വേണ്ടോ? പണിക്കര് പറഞ്ഞു റെഡിയാക്കാം. അതിപ്പം എത്രയാവുന്ന് ഒന്ന് പറയാം. 13 ആത്മാക്കള്. കുറച്ച് കഠിനാണ്. ഒരു 10,000 രൂപ വെച്ചിട്ട് ഒരു 2 10 20 ഒന്ന് കൂട്ടിയാ കൂടാ. വെയിറ്റ്. ശരി, വെയിറ്റ് ചെയ്യാം. ഏണിമാമ മതിയാ? 10,000 പൂജ്യം വേണ്ടേ? വേണം. 1,30,000 രൂപ. പിന്നെ എന്റെ 2,000 രൂപ. സ്വാമി എന്ത് എന്താ കാര്യം? ഓനൊരു 1,000 രൂപ കൊടുക്കണം. കണക്കൂട്ടിയത് എങ്ങോട്ടാ? മൊത്തം 3,000. 1,33,000 രൂപ. അല്ല, 13 ആൾക്കാർ നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകാണല്ലോ. അപ്പൊ എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് ഉണ്ടാവില്ലേ? ഈശ്വരാ, സുഹൃതക്ഷേമം. ആത്മാക്കൾക്ക് ഡിസ്കൗണ്ടാ? എന്തായി പറയുന്നത്? നമുക്ക് വാവനെല്ലാം കാക്ക നമ്മളെ വീട്ടിലേക്ക് വരും. 10 പൈസ കൊടുക്കണ്ട, ഫ്രീയാ. ഇതോ 13 ആത്മാക്കളെ ആവാഹിക്കണം. കുറച്ച് പണിയുണ്ട്. ഈ ആത്മാക്കളെ കാര്യത്തിൽ ഞാൻ അകടെ പിടിച്ചിട്ടാ കുറക്കണ്ട്. ഒരു കാര്യം ചെയ്യാം, ഈ ആത്മാവിന്ന് ഒരു 500 രൂപ അങ്ങനെ കഴിച്ചേ. ആയിക്കോട്ടെ, അവിടെ നല്ല കാര്യത്തിനല്ലേ. ഞാൻ പിന്നെ ഇടപെടാക്കി തരും. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. നിന്റെ എത്ര എടുക്കാനുണ്ടോ? അപ്പൊ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആക്കണ്ട. നിങ്ങൾ വലിയ കൂട്ടുകാരല്ലേ. നിങ്ങൾ ഒന്ന് ഒത്തുപിടിച്ചാ അടിപൊളിയാക്ക സംഭവം. അടിപൊളിയാക്കേ? അയ്യോ, നമ്മളെ പൊറോട്ട അടി പിടിച്ചിട്ടുണ്ടാവോ? ദിവ്യനാണ്, ദിവ്യൻ. അപ്പൊ പറഞ്ഞൊക്കെ ഓക്കെ. കണ്ടിട്ട് പവറുള്ള ആളാന്ന് തോന്നുന്നുണ്ട്. ആണല്ലേ? എന്താണത്? ഹലോ. ഹലോ മാമ, ഞാനാ. ആരാ? ദിനേശനാ. ദിനേശാ, എന്തല്ലേ വിശേഷം? അതെ, ഒരു കാര്യം പറയാൻ വിളിച്ച. ജനാർദ്ദൻ മാമനാ. തിരക്കിലാണോ? അമേരിക്കയിലെ ഡോക്ടറാ. അമ്മ ഈ ഇടയ്ക്ക് പണിക്കരെ കാണാൻ പോയിരുന്നു. അപ്പൊ അതില് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്നാ പ്രശ്നം? പ്രശ്നം വെച്ച് നോക്കിയപ്പോ ഇവിടെ തറവാട്ടില് 13 ആത്മാക്കളുണ്ട്. അതിലൊന്ന് നിങ്ങളുടെ അച്ഛനാ. അപ്പൊ അതിനൊരു പ്രതിവിധിയായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നാ പറയണത്. അത് നല്ല കാര്യം ദിനേശ. ജീവിച്ചിരിക്കും അച്ഛന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. നീ ചെയ്യ്. അതല്ല മാമ, ഈ 13 പേരെയും ഒരുമിച്ച് ആവാഹിക്കാനായിട്ട് 1.5 ലക്ഷം രൂപ ചെലവുണ്ട്. എന്റെ ഒന്നുമില്ല. മാമൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മാമ മാമ അത് പിന്നെ ദിനേശ, തൽക്കാലം എൻ്റെ അച്ഛനെ കൊണ്ട് ഇവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഭാവിയിലെ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഞാൻ എന്നെ വിളിക്കാം. എന്നാ ശരി. അല്ല, ഒരു 14 കുറച്ച് മതി. ബാക്കി ക്യാഷ് ആയിട്ട് തരാൻ പറ്റുമോ? ഇല്ല. ഞാൻ ഇവരെ പറഞ്ഞോടാം. ഹലോ, കേൾക്കണില്ല. റേഞ്ച് ഉണ്ടോ? ഹലോ. നടക്കും. കാനഡയിലൊക്കെ ഒന്ന് പണിയെടുക്കുമ്പോ നിങ്ങൾ വിചാരിക്കും ഞാനൊക്കെ ഇവിടെ മല പറിക്കാന്ന്. രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ ഞാൻ പെടുന്ന പാടെ എനിക്കേ അറിയുള്ളൂ. നിങ്ങൾ അവിടുന്ന് മാറിയിട്ട് വേണം അതൊക്കെ ഒന്ന് പൊളിച്ചു വയ്ക്കാൻ. ഇനിയും കാത്തിരിക്കാൻ വയ്യട്ടോ. അവസാനം ഞങ്ങൾ കുടുംബക്കാരെല്ലാം കൂടെ ഇറക്കി വിട്ടെന്ന് പറയിപ്പിക്കരുതേ.
ഇതൊക്കെ മുക്കുകൊണ്ടായി പോയി മോനെ, അല്ലെങ്കിൽ നിനക്ക് ഞാൻ ഒരു തരുമായിരുന്നു. സാറിലടാ, എൻ്റെ കയ്യിൽ വേറൊരു ഐഡിയ ഉണ്ട്.